തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. തൃശ്ശൂരിൽ നേരത്തെ LDF-ന് ആശ്വാസമായ ഒരു വാർത്ത വന്നപ്പോൾ ഇപ്പോൾ കോൺഗ്രസിന് തൃശ്ശൂരിൽ തിരിച്ചടി എന്നുള്ള ഒരു വാർത്തയാണ് ഈ ഒരു നിമിഷം ലഭിക്കുന്നത്. തൃശ്ശൂരിൽ അവസാന നിമിഷം 2 പഞ്ചായത്തുകളിൽ കോൺഗ്രസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നു. കോൺഗ്രസിന് ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു. തൃശ്ശൂരിൽ 2 പഞ്ചായത്തുകളിൽ കോൺഗ്രസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുകയാണ്. ആ പഞ്ചായത്തുകൾ എടത്തുരുത്തി 2ാം വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ അതിരപ്പള്ളി പഞ്ചായത്തിലെ 3ാം വാർഡിലും സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിരിക്കുകയാണ്. ഇതിനും വ്യത്യസ്ത കാരണങ്ങളാണ് ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. എടതുരുത്തി 2ാം വാർഡിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നത് ഇൻഷാദ് വലിയകത്താണ്. എന്നാൽ ക്രിമിനൽ കേസിൽ ഇരിഞ്ഞാലക്കുട സെഷൻസ് കോടതി 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ഈ എടത്തുരുത്തി 2ാം വാർഡിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ ഇൻഷാദ് വലിയകത്ത്. അത് ഒരു അയോഗ്യതയായി പരിഗണിച്ചാണ് ഇന്ന് രാവിലെ എടത്തുരുത്തി പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്ന ഹിയറിംഗിന് ശേഷം റിട്ടേണിംഗ് ഓഫീസർ ഈ ഒരു നാമനിർദ്ദേശ പത്രിക ഇൻഷാദ് വലിയകത്തിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. അതോടൊപ്പം അതിരപ്പള്ളി പഞ്ചായത്തിലെ 3ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പോൾസൺ ഗെയിമിന്റെ പത്രികയാണ് തള്ളിയത്. അത് പഞ്ചായത്തുമായി കരാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അത്തരത്തിലുള്ള ചെറിയ ചില വിലക്കുകളും ഒക്കെ തന്നെയുണ്ട് ഈ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ച്. ചില ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലികളിൽ കരാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കോൺട്രാക്ട് ബേസിസിൽ വർക്ക് ചെയ്യുന്ന സർക്കാർ ജീവനക്കാരായി കോൺട്രാക്ട് ബേസിസിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കൊക്കെ അത്തരത്തിൽ തടസ്സമുണ്ട്. അത് നേരത്തെയും കണ്ടതാണ്. എന്നാൽ എടത്തുരുത്തി 2ാം വാർഡിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന ഇൻഷാദ് വലിയകത്ത് ക്രിമിനൽ കേസിൽ ഇരിഞ്ഞാലക്കുട സെഷൻസ് കോടതി 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതൊരു വലിയ അയോഗ്യതയായി തന്നെ പരിഗണിച്ചാണ് ഇന്ന് രാവിലെ എടത്തുരുത്തി പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്ന ഹിയറിംഗിന് ശേഷം റിട്ടേണിംഗ് ഓഫീസർ പത്രിക തള്ളിയത്. തൃശ്ശൂരിൽ കോൺഗ്രസിന് തിരിച്ചടിയായിക്കൊണ്ട് 2 പഞ്ചായത്തുകളിലെ എടത്തുരുത്തി 2ാം വാർഡിലെയും അതിരപ്പള്ളി പഞ്ചായത്തിലെ 3ാം വാർഡിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് തള്ളിയത്.